സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ വെച്ച് 2 തരത്തിൽ ചമ്മന്തി ഉണ്ടാക്കാം. ആദ്യം മീൻ അരച്ചുള്ള ചമ്മന്തി ഉണ്ടാക്കാം. 10-14 ചെറിയ ചുവന്നുള്ളി കഴുകി ക്ലീനാക്കി വയ്ക്കാം. ഒരു മാങ്ങയുടെ പകുതി മുറിച്ച് വയ്ക്കാം. 2 കഷ്ണം ഉണക്കയില കഴുകി വൃത്തിയാക്കി വയ്ക്കാം. അരമുറി തേങ്ങ ചിരകിയത് വയ്ക്കാം. ഇത് മീൻ വറുത്ത് വെച്ചതാണ്. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 5-6 മുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഉണക്കരച്ചുണ്ടാക്കുന്ന ചമ്മന്തി മുളക് വറുത്തെടുത്തുണ്ടാക്കുന്നതാണ് സ്വാദ് കൂടുതലുണ്ടാവുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ മാങ്ങയിട്ട് അതും കൂടി വഴറ്റിയെടുക്കാം. അധിക നേരം വഴറ്റേണ്ടതില്ല. അത് മാറ്റിവെച്ച ശേഷം തേങ്ങ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് സ്വാദ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വഴറ്റിയെടുക്കുന്നത്. മിക്സിയിൽ അരച്ച ചമ്മന്തിയേക്കാൾ കൂടുതൽ സ്വാദ് കല്ലിൽ അരച്ച ചമ്മന്തിക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കല്ലിൽ അരച്ചെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ അമ്മിയുണ്ടെങ്കിലും നമ്മളാരും അമ്മിയിൽ അരയ്ക്കാറില്ല. ചമ്മന്തിയെങ്കിലും അമ്മിയിൽ അരച്ചു നോക്കാം എന്ന് കരുതി ഞാൻ അരച്ചതാണ്. തേങ്ങയും മുളകും ഒന്ന് അരച്ച ശേഷം അതിൻ്റെ കൂടെ മാങ്ങ കൂടി വെച്ച് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് കുഴച്ച ശേഷം ഒന്നുകൂടി അരച്ചെടുക്കാം. ഇനി ഇവയെല്ലാം അരച്ച ശേഷം നമുക്ക് ഇതിൽ മീൻ വെച്ച് ഒന്ന് അരച്ചെടുക്കാം. മീൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. അതും കല്ലിൽ വെച്ച് ഒന്ന് ഒതുക്കിയെടുക്കണം. ചമ്മന്തി എപ്പോഴും അധികം അരയേണ്ടതില്ല.
ഇനി നമുക്ക് വാരി വെച്ച് കടുക് വറുത്തിടാം. പാൻ വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു നുള്ളി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരച്ചു വെച്ച ചമ്മന്തിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് കൊണ്ട് ചമ്മന്തി പെട്ടെന്ന് കേടുവരില്ല. ഇങ്ങനെയുള്ള ചമ്മന്തികളെല്ലാം ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. മീനരച്ച ചമ്മന്തി റെഡിയായി. ഇനി രണ്ടാമത്തെ ചമ്മന്തി ഉണ്ടാക്കാം. അത് വെജിറ്റേറിയൻകാർക്ക് പറ്റുന്ന ഒന്നാണ്. ഇതിന് വഴറ്റുകയൊന്നും വേണ്ട. 10-12 ചെറിയ ചുവന്നുള്ളിയും ഒരു മാങ്ങയുടെ പകുതിയും ചെറിയ അരമുറി തേങ്ങയും എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിന് മുളക് ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് പച്ചയരക്കുന്നതിനേക്കാൾ നല്ലത് വഴറ്റി അരക്കുന്നതാണ്. സമയമില്ലെങ്കിൽ പച്ച അരച്ചാലും മതി. കല്ലിൽ വെച്ച് അരയ്ക്കുന്ന ചമ്മന്തി ആയതുകൊണ്ട് നല്ല സ്വാദായിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് ഇത് രണ്ടും. ഇനി മുളകും മാങ്ങയും ഉള്ളിയും എല്ലാം വെച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇതിന് പണിയൊന്നുമില്ല. സ്വാദോടുകൂടി ചോറ് കഴിക്കാം. ഇത് ചോറിന് തന്നെയാണ് നന്നാവുക. പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദോശയ്ക്കും കഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ചേർത്ത ശേഷം ഒന്നുകൂടി അരച്ചു. മാങ്ങയുടെ കാലമായതുകൊണ്ട് ഈ 2 ചമ്മന്തിയും ഒന്ന് അരച്ചു നോക്കണം. മീൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും കൂട്ടി കഴിക്കാൻ പറ്റിയ 2 ചമ്മന്തി തന്നെയാണ് ഇത്.
അമ്മിയില്ലെങ്കിൽ മിക്സിയിൽ അരച്ചാലും മതി. ഇത് റെഡിയായി. ഒന്ന് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.